വിശ്വമിശിഹായ്ക്കും സ്തുതിയായിരിക്കും. വളരെ തിരക്ക് പിടിച്ച സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും എന്നെനിക്കറിയാം. പ്രത്യേകിച്ച് വളരെ വൈകിയ ഈ സമയത്ത് അത്താഴം കഴിക്കാനും അങ്ങനെ ഒരു ആശ്വാസത്തിനും വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളോട് അധികം സംസാരിച്ച് കൂടുതൽ പ്രയാസപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. ഇത് വളരെ അവിചാരിതമായ ഒരു സമ്മേളനമാണ്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് ഒരു പരിശുദ്ധ കുർബാനയായിരുന്നു. ആ പരിശുദ്ധ കുർബാന അർപ്പിച്ചതോടുകൂടി എൻ്റെ മനസ്സിൽ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അത് പൂർണ്ണമായതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമ്മേളനം മോബനച്ചൻ്റെ സ്നേഹവും കരുതലും അതുപോലെ തന്നെ ഈ ഭവനങ്ങളിലെ സിസ്റ്റേഴ്സും സ്റ്റാഫ് അംഗങ്ങളും ഭവനവാസികളും എല്ലാം കൂടെ ചേർത്ത് വെച്ച ഒരു സമ്മാനമായി ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ഈ ത്യാഗത്തിന് ഹൃദയപൂർവ്വം നന്ദി. ഞാൻ ആദ്യമായിട്ട് ഈശോയെ പരിചയപ്പെട്ടത് 3 വയസ്സുള്ളപ്പോഴാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈശോയുടെ മണം ഒരു പിത്തളയുടെ മണമായിട്ട് എനിക്ക് മനസ്സിലുണ്ട്. പിത്തള പാത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിത്തളയുടെ മണമാണ് ഈശോയ്ക്ക് എന്ന് ഞാൻ കരുതാൻ കാരണം, അല്ലെങ്കിൽ അത് കാണുമ്പോഴും അത് ഓർക്കുമ്പോഴും എനിക്ക് അങ്ങനൊരു ഫീൽ അല്ലെങ്കിൽ അങ്ങനൊരു തോന്നലുണ്ടാകാൻ കാരണം, എൻ്റെ പേരമ്മച്ചി കുരിശ് വരച്ചതിന് ശേഷം ഈശോയുടെ ഒരു ക്രൂശിത രൂപം എടുത്ത് എന്നെ മുത്തിച്ചിട്ട് പറയും ഈശോയാണ്. 3 വയസ്സുള്ള എനിക്ക് ആകപ്പാടെ കേട്ടിട്ടുള്ളത് ഈശോയാണ് ഇത് എന്ന് പറഞ്ഞുള്ള ഒരു ചുംബനമാണ്. അതിലൂടെയാണ് എൻ്റെ മനസ്സിൽ ഈശോയുടെ മണം അതാണല്ലോ. 4 വയസ്സോളം ആയപ്പോൾ എൻ്റെ അമ്മച്ചിയുടെയും അച്ചാച്ചൻ്റെയും അടുത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ, പേരമ്മച്ചിയുടെ അടുത്ത് 1 വർഷമേ ജീവിച്ചുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഞാൻ കാണുന്ന തൊട്ടടുത്ത് കണ്ട് അനുഭവിച്ച ദൈവം എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും പിന്നെ കുടുംബവുമാണ്. ഈ ഇരിക്കുന്ന മൂത്ത ചേട്ടനാണ് അപ്പൻ്റെ സ്ഥാനത്ത് എല്ലാം ചെയ്യുക. ബാക്കി സഹോദരങ്ങളുമെല്ലാം ഞാൻ ഏറ്റവും ഇളയതായതുകൊണ്ട് അപ്പനെയും അമ്മയും പോലെ എന്നെ കരുതുകയും പരിചരിക്കുകയും ചെയ്തു. ഞാൻ മുന്നോട്ട് ജീവിച്ചു വരുമ്പോൾ എന്നിലെ ചില സ്വഭാവങ്ങൾ എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്. നോ പറയാൻ, ഇല്ല എന്ന് പറയാൻ അറിയാത്ത ഒരപ്പൻ. ഒരു പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എത്രയും ചെറുതാണ് എന്നോർത്ത് പോവുകയും, വലിയ വിദ്യാഭ്യാസമൊന്നും അപ്പനില്ല, പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ വളരെയേറെ ജ്ഞാനമുള്ള ഒരു വ്യക്തി. അപ്പൻ കൂലിപ്പണിക്കാരനായിരുന്നു, ദാരിദ്ര്യത്തിലൊക്കെ ആയിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടില്ല, എൻ്റെ ചേട്ടന്മാരെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും സമ്പന്നനായ ഒരു മനുഷ്യനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കൊടുക്കുന്നതിൽ വലിയ സമ്പന്നൻ. എൻ്റെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞാൽ, അമ്മ എപ്പോഴും പറയും, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. വൃത്തി, മെന, അടുക്ക്, ചിട്ട, ചിന്ത, ധാരണ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അമ്മയുടെ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ വേറൊരു സ്ത്രീയെയും അതുപോലെ പരിചയപ്പെട്ടിട്ടില്ല. മാനുഷികമായ പരിമിതികളും കുറവുകളും ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മാതാപിതാക്കൾ എന്നെ അപ്രകാരം ഒരു ദൈവാനുഭവം നൽകിയെന്ന് എന്നും അഭിമാനത്തോടെ ഞാൻ ഓർക്കും. ആനന്ദത്തോടെ ദൈവത്തിന് നന്ദി പറയും. സമയക്കുറവായതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ആദ്യമായി അടുത്ത് വിളിച്ചിട്ട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് വിളിച്ച് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയം
ദേവാലയത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ അടുത്ത് വിളിച്ചിട്ട്, മോൻ അച്ഛനാകാൻ പോകുന്നു എന്ന് ചോദിച്ച കോയിപ്പള്ളി അച്ഛനെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, പിന്നീട് അച്ഛനൊന്നും ചെയ്തിട്ടില്ല. ഈശോ വിളിയുടെ വിത്ത് പാകിയത് അന്നാണ്. അതുകൊണ്ട് ഒരു പുരോഹിതനായിത്തീരാൻ എന്നെ ആദ്യമായി തൊട്ടത് കോയിപ്പള്ളി അച്ഛനാണ്. ഇപ്രകാരമുള്ള 2-3-4 വ്യക്തികളെ എപ്പോഴും മനസ്സിൽ ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിന് ഊർജം തരുന്ന കാര്യമാണ്. അവരിലൂടെയാണ് ഞാൻ ആദ്യമായി ദൈവത്തെ കണ്ടതും ദൈവ വിളി എന്താണെന്ന് ഒന്ന് കേൾക്കാനിടയായത്. തുടർന്നിങ്ങോട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് വൈദികരാവട്ടെ, സന്യാസിനിമാരാവട്ടെ, സാധാരണ ജീവിതം നയിക്കുന്നവരാവട്ടെ, അതിൽ അധ്യാപകരുണ്ടാവും, മാതാപിതാക്കൾക്ക് തുല്യരായിട്ടുണ്ടാവും, കൂട്ടുകാരുണ്ട്, നിരവധി ആളുകൾ, വളരെയേറെ ഉപകാരികൾ, സഹായികൾ, ഇന്നിപ്പോൾ ആയിരിക്കുന്ന നിങ്ങൾ വരെ എന്നെ ഒരു പൈതലിനെ പോലെ വളർത്തുകയാണല്ലോ എന്നോർക്കുമ്പോൾ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കാനാവും. ഇവിടെ നിങ്ങൾ വന്നത് എന്നോടുള്ള സ്നേഹവും കരുതലും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടുള്ള വാഗ്ദാനവും നൽകാനാണെന്ന് എനിക്കറിയാം. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു എന്നതിൽ എത്രയോ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒന്നുമല്ലാത്ത എന്നെ എന്തോ ആണെന്ന് കരുതിക്കൊണ്ട് വിലമതിക്കുകയും ചെയ്യുന്നു എന്നോർക്കുമ്പോൾ നിങ്ങളോടല്ലാതെ ആരോടാണ് എനിക്ക് കടപ്പാട്? ഞാൻ ഈ അവസരത്തിൽ പെട്ടെന്ന് അതങ്ങ് ഓർത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വൈദികരും സന്യസ്തരുമൊക്കെ ആയിട്ടുള്ള സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, അതിലുപരി എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരെ, അതിനേക്കാൾ ഈ ഭവനങ്ങളിൽ വസിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള മക്കളെ, നിങ്ങൾ എനിക്ക് ഈ കാലം അത്രയും നൽകിയ കരുതലിനെ എനിക്ക് മറക്കാനാവില്ല. 2000 ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് പോയി തുടങ്ങി. മെയ് 6-ാം തീയതി ഇവിടെ പൂർണ്ണമായി വന്ന അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ മോപനച്ചൻ വരെയുള്ള വ്യക്തികൾ, എത്രയോ വ്യക്തികൾ, വൈദികരായി, സന്യസ്തരായി, സ്റ്റാഫംഗങ്ങളായി, കുടുംബാംഗങ്ങളായി, ദേവാസികളായി, അതിലുപരി ഉപകാരികളായി ഒക്കെ എത്രയോ ആളുകളാണ് എന്നെ കൈപിടിച്ച് നടത്തിയത്, കൈവെള്ളയിൽ കരുതിയത്. ഇവരെ എല്ലാവരെയും ഞാൻ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഞാൻ അടുത്ത ചൊവ്വാഴ്ച ഇവിടെ നിന്നും അടുത്ത ഒരിടത്തേക്ക് എൻ്റെ ശുശ്രൂഷയിൽ യാത്ര തുടരുമ്പോൾ ഞാൻ ചെറിയൊരു അനുഭവം ഓർത്തു പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 3-4-ാം വട്ടം പുനരധിവാസത്തിന് വന്ന ഒരു ജോസഫ്, അദ്ദേഹം BA വരെ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം എൻ്റെ തോളത്ത് കൈയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഭൂമുഖം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ എനിക്കിത് സംഭവിച്ചപ്പോൾ എനിക്ക് അച്ഛൻ്റെ കാര്യത്തിൽ ദുഃഖമുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി. എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ജോസഫേ? അല്ല, അച്ഛൻ ഇതുവരെയും ഡിസ്ചാർജ് ആയില്ലല്ലോ. അദ്ദേഹം 4-ാം വട്ടം വരുമ്പോഴും ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഏതായാലും ദൈവാനുഗ്രഹത്താൽ അഭിമന്യ തറയിൽ പിതാവിൻ്റെ നല്ലൊരു മനസ്സിൽ എനിക്ക് ഡിസ്ചാർജ് കിട്ടി. ഇവിടുത്തെ ഏറ്റവും മുതിർന്ന അന്തേവാസി ഇപ്പോൾ ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഡിസ്ചാർജ് കിട്ടിയത് ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഒരു പ്രത്യാശയുടെ അടയാളമാണ്. നിങ്ങൾക്കും കിട്ടും ഒരു ഡിസ്ചാർജിൻ്റെ ദിവസം. അങ്ങനെ പറയുമ്പോൾ എന്നെ ഇവിടേക്ക് നിയോഗിച്ച പൗത്തിൽ പിതാവിനെ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു പുരോഹിതനായി തീരുവാൻ ഇടയാക്കിയതും അഭിഷേകം നൽകിയതും പിതാവാണ്. സർവശക്തനായ കർത്താവിൻ്റെ വിളിയും നിയോഗവുമാണെങ്കിൽ പോലും ഒരു അഭിഷേകം നൽകി പുരോഹിതനായി സ്വീകരിക്കുക പൗത്തിൽ തിരുമേനി അദ്ദേഹത്തിൻ്റെ സന്മനസ്സുകൊണ്ടാണ്. മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 കാര്യങ്ങൾ എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. അതിലൊരു കാര്യം അവിടെ പറഞ്ഞു, മറ്റേ കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യമാണ്. ഒരു മാതൃക നൽകച്ച എന്ന് പറഞ്ഞു. അത് പറഞ്ഞതും എൻ്റെ മനോഭാവവും തമ്മിൽ ഒത്തിരിയേറെ ചേർന്ന് പോയി എന്ന് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഓർക്കും. ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കാൻ ഞാൻ കൊതിക്കാറുണ്ട്. എൻ്റെ കഴിവിൻ്റെ പോരായ്മ കൊണ്ട് പലതും പരാജയപ്പെട്ടും പോരായ്മയിലുമാണ്.
പക്ഷേ എനിക്ക് ആഗ്രഹമാണ് ചെയ്യാൻ. തീർച്ചയായും പൗത്യ പിതാവിനെ ഞാൻ വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു. അഭിമന്യ പിതാവ് സ്വർഗത്തിലിരുന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് വന്നത് പെരുന്തോട്ടം പിതാവാണ്. ഒരിക്കൽ പോലും നോ പറയാതെ എല്ലാറ്റിനും യേസ് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രോത്സാഹനവും, ഒത്തിരി സംസാരമൊന്നുമില്ല, പക്ഷേ പിതാവിൻ്റെ ഒരു പുഞ്ചിരിയിലും ഒരു നോട്ടത്തിലും എല്ലാം അടങ്ങിയിരിക്കും. പെരുന്തോട്ടം പിതാവിൻ്റെ വലിയൊരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ എന്നിൽ അർപ്പിച്ച വിശ്വാസം. അതെനിക്ക് വലിയ വലിയ ബലമായിരുന്നു. ആ വിശ്വാസത്തിൽ പരാജയങ്ങളും പോരായ്മകളും ഒക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ ആദരവോടും സ്നേഹത്തോടും നന്ദിയോടും കൂടെ പിതാവിനെ ഓർക്കും. പിന്നീട് തറയിൽ പിതാവ്, അദ്ദേഹം ഞാൻ വിസ്മയിച്ചു പോയി. പിതാവിന് തന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യമാണ് ഈ കാര്യമെന്ന് കേട്ടപ്പോൾ, ഈ എളിയവനായ എൻ്റെ കാര്യത്തിന് പിതാവ് രാവിലെ 7 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. 7 പ്രോഗ്രാമിൽ സംബന്ധിച്ചിട്ട് വളരെ ക്ഷീണിതനായിട്ട് അദ്ദേഹം എത്തി ഇവിടെ എന്നോർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയാതിരിക്കാനാവും? എങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെറുതാകാതിരിക്കാനാവും? പിതാവിനെ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നതെന്ന് മാത്രമല്ല, ഞാൻ പിതാവിനോട് നവംബറിൽ എന്നോട് ഒരു ചേഞ്ച് തന്നാലോ, സ്വീകരിക്കുമോ എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവെ അനുസരിച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ അനുസരണയിലാണ് അഭിഷേകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇതുവരെ സഞ്ജീവിനിയിൽ ഞാൻ ഒരിക്കൽ പോലും ട്രാൻസ്ഫർ ചോദിച്ചിട്ടില്ലല്ലോ, അനുസരിച്ചിട്ടേ ഉള്ളൂ, എപ്പോഴും തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവെ എന്നെ മാറ്റുകയാണെങ്കിൽ ഒരു കുഞ്ഞു പള്ളി തരണേ, ചെറിയ പള്ളി. 27 വർഷമായി ഞാൻ ഇടവക വിട്ടിട്ട്. ഇപ്പോൾ ഉള്ളവർ 27 വയസ്സ് പ്രായമായപ്പോഴേ ഞാൻ അവിടെ ചെല്ലുക. പിതാവിനറിയാമല്ലോ. ഇതൊക്കെ കേട്ടിട്ട് പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ കണ്ടെത്തിയ ഏറ്റവും ചെറിയ പള്ളിയാണ് കോട്ടയം ലൂർദ് ഫൊറാന പള്ളി. എന്നോട് നെൽപ്പരപ്പറമ്പിലച്ഛൻ എൻ്റെ ബാച്ചുകാരനാണ്, വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നേറുകയാണ്, നല്ല സംവിധാനങ്ങളൊക്കെ ആക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, 1600 വീടുകളേ ഉള്ളൂ, അയർക്കുന്നം മുതൽ നാട്ടകം വരെയുള്ള പ്രദേശത്താണ് താമസിക്കുന്നത്, വലിയ ദൂരമൊന്നുമല്ല. സ്കൂളുണ്ട്, 1800 കുട്ടികൾക്ക് മേലുണ്ട്. ഡിസ്ട്രിക്റ്റിലെ കോട്ടയം ടൗണിലെ ഏറ്റവും വലിയ സ്കൂളാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ അവിടെ ഉള്ളെന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാഞ്ഞത് മാതാവിൻ്റെ സഹായം. ഇതിങ്ങനെ കേട്ട് വിഷമിച്ച് അവിടെ ഇരുന്നു എന്നല്ലാതെ ദൈവമേ എന്നോർത്ത് ഞാൻ ഇനി തിരിച്ചു പോരുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ചെറിയ പള്ളി പിതാവ് എനിക്ക് തന്നത് പിതാവിന് എന്തോ എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ടല്ലേ, എന്നോടുള്ള കരുണ കൊണ്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. പിതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ തന്നപ്പോൾ പത്രോസിനെ ഏൽപ്പിച്ചതുപോലെ ആയല്ലോ എന്ന് ഞാനിങ്ങനെ ഒറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ. പിതാവ് ഒന്ന് ചിരിച്ചു. ഏതാനും ചില നിയോഗങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്തുമാവട്ടെ, പിതാവ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ ഓർക്കുമ്പോൾ എനിക്ക് പിതാവിനോട്, തറയിൽ പിതാവിനോട് വല്ലാത്ത നന്ദിയും ആദരവും സ്നേഹവുമുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് ഏറ്റെടുത്തതാണ് എന്നെ, കർത്താവ് നയിച്ചോളും എന്നൊരു പ്രത്യാശ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി സമയമെടുക്കും, ഞാൻ നിർത്തുകയാണ്. സഞ്ജീവനിയിലെ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുക ചെയ്യുന്നത്. ചിലരൊക്കെ എന്നോട് പലവട്ടങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്, അച്ഛന് മടുത്തില്ലേ എന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു. ക്ഷീണം വന്നിട്ടുണ്ട്, ടയേർഡായിട്ടുണ്ട്, പക്ഷേ മടുപ്പ് തോന്നിയിട്ടില്ല. അതിന് കാരണം ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ ഞാൻ എങ്ങനെ മടുക്കും? എൻ്റെ സഹോദരങ്ങളോട് ജീവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ മടുക്കുമെന്ന് പറയാം. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അതുകൊണ്ട് തന്നെയാണ് മടുക്കാഞ്ഞത് എന്ന് എനിക്ക് പലവട്ടം തോന്നി. പ്രിയ സഹോദരങ്ങളെ, ഇവരോടൊപ്പമുള്ള ജീവിതം വളരെ രസകരമാണ്. കുർബാന ചൊല്ലുമ്പോൾ എന്നെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ച ഒരാൾ ഓടി വന്ന് ഇടിച്ചു, കുപ്പായ എല്ലാം ഊരി പറഞ്ഞു പോയി, വിട്ടിട്ട് കുറേ ഇടി കിട്ടി. പക്ഷേ അപ്പോഴത്തെ വേദന ഇല്ലാതെ മനസ്സിലൊന്നും തോന്നിയില്ല. കാരണം ഞാൻ അവരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. സംശയരോഗി ആയതുകൊണ്ട് ഞാനാണ് അതിൻ്റെ പ്രധാന ആളെന്ന് കരുതി അദ്ദേഹം എന്നെ കയറി ആക്രമിച്ചതാണ്. എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ദൈവമാണല്ലോ എല്ലാ ക്ലേശങ്ങളും തരുന്നത്. അച്ഛൻ ആ സമയത്ത് ദൈവമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഉപദ്രവിച്ചത്. ഏതായാലും അദ്ദേഹത്തിന് അവിടെ ഒരു ദൈവശാസ്ത്രം കണ്ടുപിടിക്കാൻ പറ്റിയതിൽ എനിക്ക് ശരിക്കും പറഞ്ഞ സന്തോഷം. എന്നാൽ ചില സഹോദരങ്ങളാവട്ടെ
എന്തെന്നില്ലാത്ത സ്നേഹം, എന്തെന്നില്ലാത്തൊരു കരുതൽ. ഞാൻ ചിലപ്പം വിചാരിക്കും ഈ സഞ്ജീവനിയിലെ ശരിക്കുമുള്ള അന്തേവാസി ഞാനല്ലേ എന്ന്. കാരണം ഇവരുടെ കരുതലും സ്നേഹവും ആ സ്നേഹപ്രകടനങ്ങളും പ്രാർത്ഥനയും ഒക്കെ എനിക്കാണ് കൂടുതൽ കിട്ടുക. ഒത്തിരി തിരുത്തലുകൾ അവരെനിക്ക് തരാറുണ്ട്. ഒത്തിരി കരുതലും സ്നേഹവും വാത്സല്യവും അതിലുപരി പ്രാർത്ഥനയും നൽകുന്ന ഇവരോടൊപ്പമുള്ള എൻ്റെ ജീവിതം ഒരു യാത്ര പോലെയാണ്. പണ്ടൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ട മത്സരം നടത്തി, ഒരു ഒളിമ്പിക്സ് മത്സരം. അവരെല്ലാം കൂടെ ഓടി 1ാം സ്ഥാനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ ഓടി. ഇടയ്ക്ക് ഒരാൾ വീണുപോയി. വീണ് കഴിഞ്ഞപ്പോൾ ഈ ഓട്ട മത്സരത്തിൻ്റെ ആ ചിന്ത മറന്നുപോയിട്ട് അവരെല്ലാം കൂടെ തിരിച്ചു വന്നിട്ട് ഈ വീണ ആളിനെ കൂടെ പൊക്കിക്കൊണ്ട് എല്ലാവരുടെ കൈ പിടിച്ച് കൂട്ട ഓട്ടം നടത്തി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൂട്ടനോട്ട മത്സരത്തിൽ വിജയിച്ചതുപോലായി ഈ കുഞ്ഞുങ്ങൾ. അവർക്ക് ബുദ്ധിപരമായ മാന്യമുണ്ടെങ്കിലും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമായിരുന്നു. ഞാനൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ജീവിക്കുന്നു, എൻ്റെ കൂടെ അവരും ജീവിക്കുന്നു. അവരോടൊപ്പം ജീവിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ട് ചെയ്തതായി എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു ജോലിയല്ല, ജോലി ആയിരുന്നിട്ടില്ല, ഇനിയും ആകത്തുമില്ല. ജയിലിൽ ആയിരുന്നപ്പോഴും ഇവിടെ ആയിരുന്നപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായൊരു അനുഭവം, അവരുടെ കൂടെ ഞാനും ജീവിക്കുന്നു, അവരെന്നോടൊപ്പം ജീവിക്കുന്നു. ഈ ജീവിതയാത്ര തുടരുകയാണ്. യൂർദിൽ ചെന്നാലും ചാരമംഗലത്താണെങ്കിലും എടത്തോയിലാണെങ്കിലും എവിടെ പോയാലും ദൈവമക്കളല്ലേ. എനിക്ക് ഫൊറോനാപ്പള്ളി എന്നൊരു ചിന്ത പോലും വന്നിട്ടില്ല. അവിടെയും ദൈവജനം, ചാരമംഗലത്തും ദൈവജനം, ഇവിടെയും ദൈവജനം, എല്ലായിടത്തും ദൈവത്തിൻ്റെ ജനമല്ലേ. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ട യാത്രയിൽ കർത്താവ് നയിച്ചു എന്നുള്ളതാണ് എന്നെ വിസ്മയകരമായ കാര്യം. എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം ഇവിടുന്ന് കടന്നു പോകുമ്പോഴുള്ളത് ദൈവത്തിൻ്റെ പരിപാലന, കർത്താവിൻ്റെ കരുതൽ ഒരിക്കലും വർണ്ണിക്കാനാവാത്തതാണ്. ഇംഗ്ലീഷ് വശമില്ലാത്തവനാണ് ഞാൻ. എഴുതാനൊക്കെ കുറേ വശമുണ്ട്, സംസാരിക്കാൻ അത്ര കണ്ട് വശവുമില്ല. ഇത്രയും 10-20 വർഷക്കാലം യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എന്നോട് ചിലർ ചോദിച്ചു, അച്ഛനത്ര ഇംഗ്ലീഷ് വശമില്ലല്ലോ, അമേരിക്കയിലൊക്കെ പോയി എങ്ങനെ പ്രസംഗിക്കുക? ഞാൻ പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അത് ചിലപ്പോൾ സത്യമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഒരു കാര്യം സത്യമാണ്, അവർക്ക് ഭാഷയല്ല ഹൃദയമാണ് കാണേണ്ടത്. ഹൃദയം കണ്ട് സഹായിച്ചിട്ടുള്ളവരേ ഉള്ളൂ. ഈ ശുശ്രൂഷകൾ, ഈ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അനേകായിരം പേരുടെ നിർലോഭമായ സഹായമാണ്. അവർക്ക് എന്നോട് തോന്നിയിട്ടോ നമ്മുടെ ഈ അന്തേവാസികളെ കണ്ടിട്ടോ ഒന്നുമല്ല, പിന്നെയോ അവർക്കുള്ള ദൈവവിശ്വാസം, അവർക്ക് കരുണ നിറഞ്ഞ ദൈവത്തെ ഹൃദയത്തിൽ പെറിയതിൻ്റെ ആ ഒരു വലിയ അനുഭവത്തിലാണ് അവർ പങ്കുവെച്ചിട്ടുള്ളത്. തീർച്ചയായും അനേകായിരം പേരെ, ഒരുപക്ഷെ എൻ്റെ കൂടുതൽ സൗഹൃദം ഒരു തരത്തിൽ പറഞ്ഞാൽ പുറത്തുള്ള അവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സഹായം, അവരുടെ കരുതൽ, അവരുടെ അന്വേഷണം ഇതൊക്കെ മിക്കവാറും കിട്ടും. അവരാണ് സത്യത്തിൽ അന്നം തന്നത്. അതിന് കർത്താവാണ് എല്ലാം ക്രമീകരിച്ചത്. അവിടെ നിന്നെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു ഓർക്കുമ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. ദൈവം പരിപാലിക്കും. പിന്നെ മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു വലിയ ആശ്വാസം, എന്നേക്കാൾ വളരെയേറെ കരുതലും സ്നേഹവും വലിയ പ്രാഗൽഭ്യവും കൃപയും അഭിഷേകവുമുള്ള മോഹനച്ചനെ അഭിമന്യ പിതാവ് തന്നല്ലോ. ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ള എല്ലാ ആധിയും പോയി, എല്ലാ വ്യാധിയുമാകുന്നു. എനിക്ക് വളരെ സന്തോഷമാണ്, സംതൃപ്തിയാണ് ഈ ഭവനത്തിൽ നിന്നും മുന്നേറ്റ് പോകുവാൻ എന്ന് കരുതി ഇട്ടിട്ട് പോയി എന്ന അർത്ഥമില്ല. ഇത് മനസ്സിൽ പേറുന്നൊരു ബന്ധമല്ലേ. ബന്ധങ്ങൾ എവിടെ വെച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുക? കണ്ണടഞ്ഞ് മരിക്കുമ്പോഴല്ലേ ഉള്ളൂ. മരണം വരെയും നിലനിർത്തുന്ന ബന്ധങ്ങളാണ് അമൂല്യമായ ബന്ധങ്ങൾ. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ. ബാക്കിയൊക്കെ ചില കാരണങ്ങളാൽ ഒത്തുചേരുന്നവരാ. പക്ഷേ കർത്താവെന്ന കാരണത്താൽ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ ഒരിക്കലും മായില്ല, മറയില്ല, അവസാനിക്കില്ല. തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസം ഇത്രയും നേരം ക്ഷമയോടുകൂടെ ഇവിടെ കാത്തിരുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഒറ്റവാക്കിൽ നന്ദിയോടുകൂടെ ഓർക്കട്ടെ. കടന്നു പോകുന്ന വഴികളിലെ വൈദികരായി പ്രത്യേകിച്ച് ഒട്ടലാങ്കലച്ചനെ ഞാൻ ഓർക്കും, കൊച്ചലെ ചങ്ങളച്ചനെ ഓർക്കും, ജോമോനച്ചനെ ഓർക്കും, ജോൺസൺ അച്ഛനെ ഓർക്കും, ലിമേഷ് അച്ഛനെ ഓർക്കും. അങ്ങനെ ഏതാനും ചില വൈദികർ പല കാരണങ്ങളാൽ ഇവിടെ ജീവിച്ചവരും ശുശ്രൂഷ അർപ്പിച്ചവരുമുണ്ട്. ഏറ്റവും അവസാനവും എന്നാൽ ഒന്നാമതായും മോഹനച്ചനെ ഓർക്കും, ബിജോ അച്ഛനെയും
അതുപോലെ തന്നെ ഏവിസ് അച്ഛനെയും കൂടത്തലച്ചനെയും അതുപോലെ തന്നെ പുഞ്ചേരച്ചനെയും ഒക്കെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഏറ്റവും അവസാനം എന്നാൽ ഏറ്റവും ആദ്യമായി എനിക്ക് മണ്ണാർകുളം അച്ഛനെയാണ് ഓർക്കുന്നത്. അന്തോണിച്ചൻ പഠിപ്പിച്ചു, അന്തോണിച്ചൻ എന്നെ ബലപ്പെടുത്തി, അന്തോണിച്ചൻ എനിക്ക് പാത വെട്ടിത്തന്നു. അന്തോണിച്ചൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എങ്കിൽ പോലും അന്തോണിച്ചനെ ഒരിക്കലും എനിക്ക് മറക്കാനാവാത്ത അനുഭവമാണെന്ന് പറയും. അദ്ദേഹത്തിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ഒത്തിരിയേറെ ജ്ഞാനം ലഭിക്കുവാൻ ഇടയാക്കി. അച്ഛൻ്റെ ആ കരുതലിനെ, സ്നേഹത്തെ, പ്രോത്സാഹനത്തെ എല്ലാം ഞാൻ ഈ നന്ദിയോട് ഓർക്കുക. സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഞാനിവിടെ വരുമ്പോൾ FCC സിസ്റ്റേഴ്സാണ് 10 വർഷം അവർ സേവനമനുഷ്ഠിച്ചു. അഞ്ഞസ് മരിയമ്മ തുടങ്ങി സ്റ്റെല്ലാമ്മ വരെയുള്ള സിസ്റ്റേഴ്സ് ധാരാളം പേര്. അതിനുശേഷം മദർ മേരിക്കുട്ടി എന്നോടുള്ള, എൻ്റെ ആൻറ്റിയും കൂടെയാണ്. അമ്മയ്ക്ക് എന്നോടുള്ള വാത്സല്യം കൊണ്ട് ചാരമംഗലം മുതലേ എന്നെ സഹായിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 15 വർഷങ്ങളായി പുന്നവേലിലെ സിസ്റ്റേഴ്സ് അവരിവിടെ വരുന്നത് ആൻറ്റിയുടെ സ്നേഹവും കരുതലും കൊണ്ടാണ്. ആൻറ്റിക്ക് ശേഷം റോസിയമ്മ, പിന്നെ റോസ്, ഇവരെല്ലാം ഒത്തിരിയേറെ സന്മനസ്സോടുകൂടി സിസ്റ്റേഴ്സിനെ പറഞ്ഞയച്ചു. സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ സിസ്റ്റർ തെരസ് തുടങ്ങി സിസ്റ്റർ കൊച്ചുറേസ്യ, അങ്ങനെ പറയുമ്പോൾ സമയമില്ല. ഇനി വരുമ്പോൾ മരീനാമയും മേരിയും ട്രീസായും അടങ്ങുന്ന സിസ്റ്റേഴ്സ് എല്ലാവരും ഒത്തിരിയേറെ പേര് സഹായിച്ചിട്ടുണ്ട്. കർമ്മലീത്ത മഠത്തിലെ സിസ്റ്റേഴ്സ് പ്രസന്നാമ്മയുടെ താല്പര്യപ്രകാരം സിസ്റ്റേഴ്സ് 3 പേര് പ്രഷ്യസ് സ്കൂളിൽ നേതൃത്വം നൽകി. അല്ലാതെയും സിസ്റ്റേഴ്സ് ഒത്തിരി പേര്, എൻ്റെ സഹോദരങ്ങളായിട്ടുള്ളവരുമൊക്കെ ഇവിടെ വന്ന് സേവനം ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. സ്റ്റാഫ് അംഗങ്ങളെ ഓരോരുത്തരെയും ഓർക്കാൻ എനിക്ക് സമയം പോരാ. അവരൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങളുണ്ട്, ഇവിടെ സേവനം ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങളുണ്ട്. ഞാൻ എല്ലാവരെയും ഒറ്റവാക്കി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ബ്രദേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ റീജൻസ് ആയിട്ട് ഇവിടെ വന്ന് സേവനമനുഷ്ഠിച്ച ഇപ്പോഴിവിടെയുള്ള ഡേവിസും കെവിനും ജെറാൾഡും, അങ്ങനെ പുറകോട്ട് ജെറിൻ വരെയുള്ള ബ്രദേഴ്സ്, ജോഷുവ, അവരെല്ലാം അച്ഛന്മാരായി. ജോഷുവ ബ്രദറിനെ, അന്തോണിച്ചനെയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ അയൽവാസികളായ സഹോദരങ്ങളെല്ലാം ഒത്തിരിയേറെ വാത്സല്യത്തോടെ, ശശിചേട്ടനെ എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു കുടുംബമാണ്. ജോഷിയും കുഞ്ഞൂട്ടിയും ജോസിയേട്ടനും ഇവരെല്ലാം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരിക. മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സ് അയൽവാസികളെ പോലെയും അതിലുപരി ഈ സ്ഥാപനം ഇവിടെ ആകുവാനായിട്ട് ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ളവരാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ആദരവോടും നന്ദിയോടും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കോട്ടയം ലൂർദിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ വരണം. യാത്രയ്ക്ക് വരണമെന്നല്ല, പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്കത് മാത്രം മതി. പിന്നെ മാതാവിൻ്റെ അടുത്തോട്ടാണല്ലോ പോകുന്നോർക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമുണ്ട്. ലൂർദ് മാതാ ചാരമംഗലം, ലൂർദ് മാതാ കോട്ടയം, അമ്മയുണ്ട് കൂടെ. അതാണൊരു ബലം. പിന്നെ അമ്മയുള്ളിടത്ത് ഈശോ മാറി നിൽക്കുമോ? ഈശോ ഉള്ളിടത്ത് പിതാവായ ദൈവം വേറിട്ട് നിൽക്കുമോ? അവർ രണ്ടുപേരുള്ളിടത്ത് പരിശുദ്ധാത്മാവ് പിന്നെ എവിടെ പോകും? തീർച്ചയായിട്ടും ആ ഇടവക കൂട്ടായ്മ വളരെയേറെ വിശ്വാസത്തിലും ആത്മീയതയിലും സമ്പന്നമാണ്. ആ ഇടവകയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അത്ഭുതം നിറവേറ്റാനുള്ള ഒരു സിദ്ധിയുമില്ല, ഒരു കഴിവുമില്ല. ഞാൻ പിതാവിനോട് പറഞ്ഞു, അവിടെ പോയിരിക്കുക, ദിവ്യകാരണത്തിന് മുമ്പിലിരിക്കുക, മാതാവിനോട് പറയുക, അതല്ലാതെ എനിക്കൊന്നുമില്ല. അതൊരു കീ ആണ്. ദിവ്യകാരണത്തിന് മുമ്പിലിരുന്നാൽ അവിടുന്ന് പോവില്ല, അവിടുന്ന് കൂടെ വരും. പിന്നെ മാതാവിൻ്റെ പ്രോത്സാഹനം കൂടെ കഴിയുമ്പോൾ കർത്താവിന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. തീർച്ചയായിട്ടും ആ ഒരു പ്രത്യാശ മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാവണം. ഞാൻ മോഹനച്ചന് എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു. അച്ഛൻ്റെ സമ്പന്നമായ അനുഭവജ്ഞാനം, ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാനാവാത്ത സമർപ്പണബോധം, ആളുകളോടുള്ള ബന്ധം. അച്ഛൻ നമ്മളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്താണെന്ന് തോന്നിപ്പോകും. അച്ഛൻ പറയും, ഞാൻ തള്ളുകാരനാണ്, ഞാനല്ല അച്ഛൻ. പക്ഷേ അതൊന്നുമല്ല. അച്ഛൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒത്തിരി നന്മ പറയുന്ന മനുഷ്യനാണ്. നന്മയുള്ളവർക്കല്ലേ അങ്ങനെ പറയാനാവൂ. അച്ഛൻ ഈ ഭവനത്തിലുള്ള അന്തേവാസികളായ സഹോദരങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മോഹനച്ചനെ കയ്യടിയോടുകൂടി നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അവതരിപ്പിക്കാൻ കൊതിക്കുന്നു. ജോൺസണച്ചന് വെട്ടിക്കൽപുര ഇടവകയിലേക്ക്
താമസം മാറി ശുശ്രൂഷയ്ക്ക് തുടരുമ്പോൾ അച്ഛന് എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ആശംസിക്കുന്നു. ജോൺസൺ അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം, പെർഫെക്ഷനിസ്റ്റാണ്, അകവും പുറവും ഒരുപോലെയാണ്, ഒത്തിരിയേറെ പ്രാർത്ഥനയുണ്ട്, വലിയ ദൈവാശ്രയ ബോധമാണ്. നമുക്ക് അച്ഛനെ വിശ്വസിക്കാം, പറയുന്നത് സത്യസന്ധമാണ്. കറകളില്ലാത്ത, കളങ്കമില്ലാത്ത ഒരു പൈതലിൻ്റെ ഹൃദയമുള്ള അച്ഛന് എന്നെ ഒത്തിരിയേറെ പഠിപ്പിച്ചു, സഹായിച്ചു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു, വിജയങ്ങൾ നേരുന്നു. ഇപ്പോഴിവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും, ആശംസ പറഞ്ഞവർക്ക്, പാസ്കൽ സാർ ഉൾപ്പെടെ എല്ലാവർക്കും, സമ്മാനം തന്നവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൽസൺ ഇവിടെ വന്നിട്ടുണ്ട്, അനന്തരാജ് ഉണ്ട്, അവന് കുറേ ദിവസങ്ങളായിട്ട് ഉറക്കമുളച്ച് കഷ്ടപ്പെടുകയാണ്. ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുണ്ട്, ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചവരുണ്ട്, ബ്രദേഴ്സുണ്ട്, സമീറുണ്ട്, അടിപൊളി ഭക്ഷണം തയ്യാറാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നു. സമീറിനെ മറക്കരുത്. ദീപു ഉണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെ എനിക്കറിയില്ല, ഇനി ഒത്തിരി പേരുണ്ട് ഇവിടെ. ശുശ്രൂഷ സ്വീകരിച്ച് കടന്നുപോയ ധാരാളം പേരുണ്ട്, അവരുടെ ഫാമിലീസുണ്ട്. എന്നെ വിളിച്ച് കരയുകയും പറയുകയും സങ്കടവും സ്നേഹവും നന്ദിയും എല്ലാം പറഞ്ഞ് ധാരാളം പേരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവിടെ സേവനം ചെയ്തവർ, അങ്ങനെ നിരവധി പേരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം നന്ദി. കാച്ചാങ്കോട്ടച്ഛനെ സ്വാഗതവും ആശംസകളും ഹൃദയപൂർവ്വം അറിയിക്കുന്നു. കാച്ചാങ്കോട്ടച്ഛന് നമ്മുടെ ഈ ഭവനത്തിന് ആത്മീയ ശുശ്രൂഷകൾ നൽകുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷം. അച്ഛനിവിടെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, സുപ്രസിദ്ധ വാഗ്മിയാണ്, വലിയ ജീവിത സാക്ഷ്യമുള്ള വ്യക്തിയാണ്. അച്ഛനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജോംസി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.